അപ്പോൾ നമ്മുടെ കണ്ണനമരക്കാരി ഗുരുവായൂർ ബസ് സ്റ്റാൻഡ് വെടിത്താത്തയും അവളുടെ കൂടെയുള്ള അവളുടെ കളിക്കുട്ടൻ, അവളുടെ സെറ്റപ്പ്, അവളുടെ ഭർത്താവാക്കി കൊടുത്ത സെറ്റപ്പ് എന്ന് പറയുന്ന ആ കളിക്കുട്ടനും തമ്മിൽ ഷെഫീന ബീബീനെ മുഴുക്ക പച്ചയ്ക്ക് ഷെഫീന ബീബീനെ തെറി പറയുന്ന ഒരു വീഡിയോ ഉണ്ട്. അപ്പോൾ അത് ഞാൻ അവരുടെ ചാനലിൽ ഞാൻ കുറച്ച് മുമ്പ് ചെന്ന് നോക്കി. അപ്പോൾ അത് അവിടെ ഇല്ല, അത് മുക്കിയിട്ടുണ്ട്. അതുപോലത്തെ കുറേ തെറി പറയുന്ന വീഡിയോകൾ വേറെ ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം മുക്കിയിട്ടുണ്ട്. അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവൾക്കും ഇവളുടെ കൂടെയുള്ളവൻ്റെ അണ്ടിക്ക് ഉറപ്പില്ലാഞ്ഞിട്ടും ഇവളുടെ കാലിൻ്റെ ഇടയിലിരിക്കുന്ന സാധനത്തിന് ഉറപ്പില്ലാഞ്ഞിട്ടും ആണല്ലോ ഈ ഇട്ട വീഡിയോകൾ മുക്കുന്നത്. ആ വീഡിയോ നമ്മൾ നേരത്തെ ഡൗൺലോഡ് ചെയ്ത് വെച്ചിരുന്നു, നമുക്ക് ഇടാനുള്ള ഒരു സാവകാശം കിട്ടിയില്ല. പക്ഷെ അതിടും എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് ഞാൻ നിങ്ങളെ പ്ലേ ചെയ്ത് കേൾപ്പിക്കാൻ പോവാണ്. അപ്പൊ നമ്മുടെ പല വേശി കാരണം പല ആൾക്കാരുടെ കൂടെ കിടന്നിട്ട് രണ്ട് പോത്ത് പോലത്തെ കുട്ടികൾ ഉണ്ടാക്കിയിട്ട് ആ നായിന്റെ കൂടെ ആ പല വേശി തെറി ബീവി ഒരു വോയിസ് ക്ലിപ്പ് ഇട്ടിട്ട് ഒരാളെ വിളിച്ചിട്ട് ഭീഷണിപ്പെടുത്തി അവരോട് പറയുന്നത് ഒരകത്ത് തെറ്റിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടില്ലാതെ നമ്മൾ അറിയുകയും ചെയ്തു. അപ്പൊ തെറി ബീവിയാണ് നീ കണ്ടവരുടെ കൂടെ കിടന്ന് എന്റെ ഭർത്താവ് എന്റെ കയ്യും കാലും പൊട്ടിച്ച് പിന്നെ എന്റെ സ്വന്തം മോൻ എന്നെ ലിപ് ലോക്ക് ചെയ്യുന്നത് അതും ഇതൊക്കെ ആയിരിക്കും കാര്യം ചിന്തിക്കും. ഞാൻ വിളിച്ച് ചീത്ത പറഞ്ഞിട്ട് പോലും ഒരു ലേശ ഉളുപ്പ് ഉണ്ടെങ്കിൽ ഞാൻ തന്തയ്ക്കും തള്ളയ്ക്കും മര്യാദയ്ക്ക് ഉണ്ടായതാണെങ്കിൽ നീ ഞൊണ്ടിക്കാലം വെച്ച് നടക്കുന്നില്ല നായിന്റെ മോളെ. നീ തന്തയ്ക്കും തള്ളയ്ക്കും ഉണ്ടായതാണെങ്കിൽ അരുണ ചോദ്യം ചെയ്യാൻ പാ. എനിക്കൊരു മൈലും സംഭവിക്കണ്ട. ഇത് ആര് കേൾക്കാന്ന് ഞാൻ പറഞ്ഞല്ലോ, തെരുത്താത്ത ബീവി, വെടിപ്പുല ബീവി. പിന്നെ എല്ലാവർക്കും പണിയായിട്ട് ഞാൻ ഇറങ്ങാൻ പോയി. ഇനി അണക്കൊക്കെ ഏത് അറ്റം വരെ പോയിട്ട് ഇന്ന അരുണിനെ നാട്ടിക്കാൻ പറ്റിയെങ്കിലും നാട്ടിച്ചു. എനിക്കൊരു മൈലും സംഭവിക്കണ്ട. ഓരോടൊക്കെ എല്ലാവരും കൂടി പറയാം, എല്ലാവരും കൂടി ഉണ്ടാക്കി പോയി. ഇനി താഴത്തെ റോമ ഈ തെരുത്താത്ത ബീവിയെ ഈ ഒരു കാര്യം മനസ്സിലായിക്കോ. ഇനി എങ്ങനെ മുക്കറിട്ട് നടന്നാൽ അതിന്റെ എല്ലാവിധ പിക്ചർ അടക്കം ഞാൻ പുറത്താൻ കൊണ്ടു. ഞാൻ വിചാരിച്ചു ഇനി വണ്ടിക്ക് ഉറപ്പില്ല തന്തയ്ക്ക് നല്ലി ഉണ്ടായതായിരുന്നു എന്നെ പോലത്തെ വെടീന. എനിക്കൊന്നും പറയാനില്ല. ഇനി എല്ലാവർക്കും മൺപൈ വന്നാൽ എല്ലാ സാധനത്തിനും ഞാൻ തരാം. പിള്ളയ്ക്കും ആ അമ്മച്ചിക്കും ഉത്തരവില്ലാത്ത ആൾക്കാർക്കും ഒക്കെ എല്ലാത്തിനുള്ള ആൻസർ ഞാൻ തരാം. ഇനി നിങ്ങൾ നാലാൾക്കാരും കൂടി ഒരുമ്പട്ട് ഇറങ്ങിയാണ് ആരുണ്ട് ഈ രോമ. ഇവിടുത്തെ രോമല്ല, താഴത്തെ രോമ. സ്വന്തം ഉമ്മാനെ കയറി ലിപ്പടിക്കുന്നോ ഇന്റെ പെങ്ങളെടുത്തേക്ക് കേട്ടോ നല്ല അന്തത്തിലൊരു ഭർത്താവ് എടുത്ത് അതുകൊണ്ട് ഇനി ഇന്റെ പെങ്ങളെടുത്തേക്ക് അവന്റെ മോനെ കടത്താൻ പറ്റാ. ഓൻ ഇനിയും വന്ന ഓനെ അടിച്ചോനെ കയ്യും കാലം പൊട്ടിക്കുന്ന പറഞ്ഞാൽ പൊട്ടിക്കണ്ടേ. ഇനി അതിന്റെ പേരിലാണ് കേസ് കൊടുക്കാൻ പറ്റേക്ക് നീ കേസ് കൊടുക്കും വെടിയെ. ഈ മൂലോക വെടിയാണല്ലോ. ഈ ദുബായി പോയിട്ട് ഏതോ ചെങ്ങായിന്റെ കൂടെ കിടന്ന് എന്റെ കാലന്റെ ഭർത്താവ് ഇതുവരെ തിരിച്ചു പിടിച്ചില്ലേ. ഇനി അതിന്റെ പേരിലാണ് കേസ് കൊടുക്കാൻ പറ്റേക്ക് പോയി കൊടുക്കും. പല വേശി തേവിച്ച് വെടിപ്പുല ബീവിയെ അത് പറ്റുന്നൊക്കെ ചെയ്യാൻ പറ്റുന്ന ചെയ്യും. എന്റെ പേര് നോക്കിയോ അരുൺ എന്നാണ് പേര്. കൂമളിയാണ് സ്വദേശം. ഇനി എന്തൊക്കെ കണ്ടെത്താൻ പറ്റും, എന്തൊക്കെ ചെയ്യാൻ പറ്റും ഒക്കെ ചെയ്തു. ഒരാളെ വോയിസ് ക്ലിപ്പ് കേട്ടിരുന്ന കാര്യത്തിൽ പേടിച്ച് തൂറിപ്പോകുന്ന ആൾക്കാരല്ല. മോളെ പേടിച്ച് കരയണ്ട. എന്തൊക്കെ കേട്ടാൽ അരുൺ ഒരു മാര്യം പേടിക്കണ്ട. അവിടെ മോളൊരു കാര്യം ചെയ്യാം, പറ്റുന്നിടത്തുള്ള മോള് പോയിക്കോ, പറ്റുന്നിടത്ത് ഞാനും പോവാം. നിങ്ങളെ എല്ലാവരും എവിഡൻസ്, അതായത് വിത്ത് എവിഡൻസിന്റെ കയ്യിലുണ്ട്. ഞാൻ കണ്ടു മൂന്നും തന്തയ്ക്കൊക്കെ ഉണ്ടായവരാണെങ്കിൽ ഇങ്ങനെ പറയും. അവിടെ ഒരു കാര്യം മനസ്സിലാക്കാൻ പോകും, അതൊക്കെ ചെയ്യാൻ പറ്റുന്ന അറ്റം വരെയും ചെയ്തോ. ഇത് വേറെ ആർക്കും തെരി ബീവി വെടിപ്പുല ബീവിക്കുന്ന മറുപടിയാ. ഓക്കെ കേട്ടോ മറ്റോളെ. അപ്പൊ വെടിപ്പുല ബീവി നീ അന്തസ്സുള്ള തന്തയ്ക്കും തള്ളയ്ക്കും ഉള്ളതാണെങ്കിൽ നീ വാടി നിന്നെ തെരഞ്ഞു വാ. നീ അസലാണെങ്കിൽ എന്റെ ഭർത്താവിനെ കാണിക്കാൻ എനിക്ക് പറയാൻ പറ്റൂല, കാരണം ഒന്നും നല്ലല്ലോ. നീ അത്രയ്ക്ക് അണ്ടിക്ക് ഉറപ്പുള്ള തന്തയ്ക്കും തള്ളയ്ക്കും ഉണ്ടായാണെങ്കിൽ എന്നെ തപ്പി നിന്റെ നാട്ടിലേക്ക് വാടി. ദേശീയ നീ കണ്ടവന്റെ കൂടെ കിടന്നിട്ട് എന്റെ ഭർത്താവ് എന്റെ കാലടിച്ച് പൊട്ടിച്ചിട്ട് ഇങ്ങനെ മയിലുണ്ടാക്കി. ഇനി അത്ര അന്തസ്സുള്ളതാണെങ്കിൽ ഇന്നെ തപ്പി നിന്റെ നാട്ടിലേക്ക് വാ. എന്നിട്ട് ഇപ്പൊ കിട്ടാക്കാം ഞാനുണ്ടാക്കുന്നത്. അത്ര അണ്ടിക്ക് ഉറപ്പുള്ളതാണെങ്കിൽ ഇനി അങ്ങനെ പറഞ്ഞു നമുക്ക് ഇതിന് മാത്രം തുള ഉണ്ടടി അതിനകത്ത്. ഇതിന് മാത്രം വലിയ തുളയാണോ നിന്റേത്? ആ വലിപ്പം വെച്ച് നോക്കുമ്പോൾ ചിലപ്പോൾ തുളയൊക്കെ ഉണ്ടാവും. ഇവിടെ നായിന്റെ മക്കളെ പേടിക്കില്ല. അവരുടെ മോളെ എനിക്ക് തന്നെ ഉണ്ടെങ്കിൽ ഇനി അണ്ടിക്ക് ഉറപ്പുള്ള തന്തയ്ക്കും തള്ളയ്ക്കും ഉണ്ടായതാണെങ്കിൽ മോള് പോയി കോഴിക്കോട് വന്നിട്ട് വിളിച്ചാൽ മതി. ഇനി ആടെ വന്നിട്ട് എന്റെ കൂടെ കിടക്കാമെന്ന രീതിയിലൊന്നും പറയും. എനിക്ക് താമര ഞാൻ മെലിഞ്ഞൊരു നത്തോലി പോലത്തെ ഒരു സാധനം. ഈ നത്തോലി പോലത്തെ ഒരു സാധനം ആനനെ പോലത്തെ സാധനത്തിന് മോള് കയറി ഇറങ്ങാമെന്ന് പറയാൻ റിസ്ക്കാണ്. ഇനി പിന്നെ എന്റെ മോന്റെ പോലെ കിടന്നു
അതുകൊണ്ടാണ് ലിപ് ലോക്കും കാര്യമൊക്കെ ചെയ്യും. അതുകൊണ്ട് എന്റെ മോക്ക് ഞാനൊരു ഗുഡ് ബൈ പറയും. മോൾ വരികയാണെങ്കിൽ ഇവിടെ വരാം. ഓക്കെ, ബൈ. കേട്ടല്ലോ, ഇതാണ് അപ്പം ആ വീഡിയോ. അപ്പം ഇത് നമ്മുടെ ഊടായ്പ കൃഷ്ണഭക്ത എന്ന് വിളിക്കുന്ന കണ്ണന വരക്കാരി ഗുരുവായൂർ ബസ് സ്റ്റാൻഡ് വെടിത്താത്തയുടെ കൂടെ ഉള്ള ഇപ്പോഴുള്ള അവളുടെ സെറ്റപ്പ് എന്ന് പറയുന്ന ഇപ്പോഴുള്ള ആളും അവളും കൂടി ചേർന്ന് നടത്തിയ തെറിവിളിയാണ് നിങ്ങൾ കേട്ടത്. അപ്പോൾ അവൾ ബാക്ക് സപ്പോർട്ടാണ് കുറച്ചൊക്കെ പറയുന്നുണ്ട്, നമ്മൾ കേട്ടായിരുന്നു. അപ്പം ഞാനൊക്കെ ഇവന് കൊടുക്കുന്ന മറുപടി എന്ന് പറയുന്നത് കറക്റ്റാണ്. അതിൽ ഒരു കുറ്റവും കുറവും പറയാനില്ല എന്നുള്ളതാണ്. ഇനി ഇതിൻ്റെ മറുപടി ഞാൻ പറയുന്നില്ല, നിങ്ങൾ